ശബരിമല ദർശനത്തിനെത്തുന്ന കോടിക്കണക്കിന് ഭക്തരെയും പൊതുസമൂഹത്തെയും ഒരേപോലെ ഞെട്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അതീവ നിർണായകരമായ വഴിത്തിരിവ്. കേസിൽ പരമ്പരാഗത നിഗമനങ്ങളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്ന അന്തിമ ശാസ്ത്രീയ പരിശോധനാ ഫലം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ്. ശ്രീകോവിലിന്റെ ഘടനയ്ക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും തട്ടിയെടുത്തത് ഒറിജിനൽ സ്വർണ്ണമല്ല, മറിച്ച് പുറമേ സ്വർണം പൂശിയ പാളികൾ മാത്രമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ശബരിമല ദർശനത്തിനെത്തുന്ന കോടിക്കണക്കിന് ഭക്തരെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ച സ്വർണ്ണ കവർച്ചാ കേസിൽ പരമ്പരാഗത നിഗമനങ്ങളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്ന അതീവ നിർണായകരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ ഗതിയെ തന്നെ പൂർണ്ണമായും മാറ്റാൻ പോകുന്ന ശാസ്ത്രീയ തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശ്രീകോവിലിന്റെ പ്രധാന ഭാഗങ്ങൾ തന്നെ ഇളക്കുമാറ്റി വലിയ രീതിയിലുള്ള സ്വർണ്ണക്കവർച്ച നടന്നു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ട ആശങ്കകൾ. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ച അന്തിമ ശാസ്ത്രീയ റിപ്പോർട്ട് പ്രകാരം ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികൾ അക്രമികൾ ഇളക്കി മാറ്റുകയോ കടത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് പ്രാഥമിക സൂചനകൾ വ്യക്തമാക്കുന്നത്. ഭക്തർ ഭയപ്പെട്ടതുപോലെ ശ്രീകോവിലിന്റെ പ്രധാന ഘടനയ്ക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നത് വലിയ ആശ്വാസമാണ് നൽകുന്നത്. പ്രതികൾ ലക്ഷ്യം വെച്ചതും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയതുമായ വസ്തുക്കളെക്കുറിച്ച് ലാബ് പരിശോധനയിൽ കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടുണ്ട്. വിഗ്രഹത്തിന് സമീപത്തു നിന്നും മറ്റു പ്രതികൾ തട്ടിയെടുത്തത് ഒറിജിനൽ സ്വർണ്ണമല്ല, മറിച്ച് പുറമേ സ്വർണം പൂശിയ പാളികൾ മാത്രമാണെന്നത് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത് പ്രതികൾ ലക്ഷ്യം വെച്ച വസ്തുക്കളുടെ യഥാർത്ഥ മൂല്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ചിത്രം പോലീസിന് നൽകുന്നു. ശാസ്ത്രീയ അടിത്തറയോടെ കേസ് കോടതിയിൽ സ്ഥാപിക്കാനാണ് പോലീസ് സംഘം തുടക്കം മുതൽ ശ്രമിച്ചത്. ഇതിനായി രാജ്യത്തെ ഏറ്റവും മികച്ച ലാബുകളിലൊന്നിൽ സാമ്പിളുകൾ പരിശോധിച്ചു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നന്നായി ശേഖരിച്ച ആകെ 8 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി അതീവ രഹസ്യമായി പൂർത്തിയാക്കിയ ഈ നിർണായക പരിശോധനാ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ സമർപ്പിച്ചു. വരും ദിവസങ്ങളിൽ കേസിൽ അടിയന്തരമായി കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആശങ്കകൾക്ക് ശാസ്ത്രീയമായ തെളിവുകളിലൂടെ മറുപടി കണ്ടെത്തുകയാണ് അന്വേഷണ സംഘം. കേസിൽ അതീവ രഹസ്യമായി നടന്നുവരുന്ന ശാസ്ത്രീയ പരിശോധനകളുടെ അന്തിമ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി രാജ്യത്തെ ഏറ്റവും മികച്ച മെറ്റലർജിക്കൽ ലബോറട്ടറിയിലാണ് പോലീസ് സാമ്പിളുകൾ അയച്ചിരുന്നത്. ശബരിമല ശ്രീകോവിലിനുള്ളിലെ ദ്വാരപാലക ശില്പപാളി, കട്ടിളപ്പാളി എന്നിവയിൽ നന്നായി ശേഖരിച്ച ആകെ 8 സാമ്പിളുകളാണ് പരിശോധന ഫലമായി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ച വസ്തുക്കളുടെ കൃത്യമായ ശാസ്ത്രീയ വിവരങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തുന്നതോടെ കേസിന്റെ വിചാരണ നടപടികൾക്ക് ഇത് വലിയ കരുത്താകും. ശാസ്ത്രീയമായ തെളിവുകൾ കൂടി കൈവശം വന്നതോടെ പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ നിർണായക ലബോറട്ടറി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ കോടതിയിൽ ഉടൻ തന്നെ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. പൂശിയ സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടതെന്ന കണ്ടെത്തൽ കേസിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമെങ്കിലും ശക്തമായ തെളിവുകളോടെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. കേസിലെ ഏറ്റവും സുപ്രധാനമായ ശാസ്ത്രീയ രേഖകൾ കൂടി കൈവശം വന്നതോടെ പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പഴുതടച്ച തെളിവുകളുമായി പ്രതികളെ നിയമത്തിന് മുന്നിൽ നിർത്താനാണ് പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ദീർഘനാളത്തെ ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിൽ കേസിൽ പോലീസിന് കൃത്യമായ വഴിത്തിരിവ് ഉണ്ടായിട്ടുണ്ട്. ദേശീയ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം കൂടി ലഭിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ നടപടികൾ ഏകദേശം പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഒട്ടും സമയം കളയാതെ പ്രതികൾക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. കോടതി നടപടികളിലേക്ക് വേഗത്തിൽ കടക്കുന്നതിനായി കുറ്റപത്രം സമർപ്പിക്കാനുള്ള അന്തിമ തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്നുള്ള ഈ നിർണായക റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രങ്ങൾ കോടതിയിൽ ഉടൻ തന്നെ സമർപ്പിക്കാനാണ് SITയുടെ നീക്കം. നഷ്ടപ്പെട്ടത് ഒറിജിനൽ സ്വർണ്ണമല്ല എന്ന കണ്ടെത്തൽ പ്രതികൾക്ക് അനുകൂലമാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും പോലീസ് അത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. നഷ്ടപ്പെട്ടത് പുറമേ സ്വർണം പൂശിയ പാളികൾ മാത്രമാണെന്ന കണ്ടെത്തൽ കേസിന്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുമെങ്കിലും ശക്തമായ ശാസ്ത്രീയ തെളിവുകളോടെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. വിചാരണ വേളയിൽ പ്രതികൾക്ക് യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഡിജിറ്റൽ ശാസ്ത്രീയ തെളിവുകളാണ് കുറ്റപത്രത്തിനൊപ്പം സമർപ്പിക്കുക. ശബരിമല പോലെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന കവർച്ചാ ശ്രമത്തെ അതീവ ഗൗരവത്തോടെയാണ് കോടതിയും കാണുന്നത്. ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറിയിൽ നിന്നുള്ള ഈ ശാസ്ത്രീയ റിപ്പോർട്ട് കേസിന്റെ വിചാരണ വേളയിൽ പ്രോസിക്യൂഷന് വലിയ കരുത്താകും. കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നത് വലിയ ആശ്വാസമാണെങ്കിലും ശ്രീകോവിലിനുള്ളിൽ കടന്ന് കൊള്ള നടത്താൻ ശ്രമിച്ച പ്രതികൾക്ക് നിയമത്തിന് മുന്നിൽ നിന്ന് അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന.